അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഗർഭധാരണം നടക്കുന്നില്ല. വയസ്സാണെങ്കിൽ കൂടിക്കൂടി വരുന്നു. ഈ അവസ്ഥയിൽ ഏറെ പേരും മാനസികമായി വളരെയധികം തളരും. ഇവിടെ ഏറ്റവും പ്രധാനമായും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകളിലെ അണ്ടങ്ങൾ കുറഞ്ഞു വരും, അതോടൊപ്പം തന്നെ ഉള്ള അണ്ടങ്ങളുടെ ക്വാളിറ്റി കൂടി കുറഞ്ഞു വരും എന്നതാണ്. രണ്ട് നിലക്കാണ് പ്രധാനമായും ഇങ്ങനെയുള്ള അവസ്ഥയിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുക. ഒന്ന്, വയസ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അണ്ടം കുറവ്. ഇത് എല്ലാവരിലും സംഭവിക്കുന്ന സംഗതിയാണ്, നമുക്ക് തടുക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയും മാനസികാവസ്ഥയും കൂടി മോശമാണെങ്കിലോ അണ്ടങ്ങളുടെ ക്വാളിറ്റി വളരെ വേഗം നഷ്ടപ്പെടുന്നു. ഈ അണ്ടം ക്വാളിറ്റി മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അണ്ടം ക്വാളിറ്റി പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. എന്ത് കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും വേഗം ഗർഭിണിയാകാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ വന്ന ഒരു സക്സസ് സ്റ്റോറി ഞാൻ വായിക്കാം. ആയിഷ എന്ന സഹോദരിയുടെ മെസ്സേജാണ്. അൽഹംദുലില്ലാ, എനിക്ക് പോസിറ്റീവായി. കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു. 4 വർഷം മുമ്പ് IVF ചെയ്തു, പക്ഷേ അതും നെഗറ്റീവായി. അതിനുശേഷം ഞാൻ ഇക്കയുടെ ഗ്രൂപ്പിൽ ആഡായി ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രോബ്ലം AMH ലെവൽ കുറവായിരുന്നു. പിന്നെ അവർ ഫോളോ ചെയ്ത കുറേ കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം എഴുതിയിട്ടുണ്ട്. പ്രായം കൂടിയാൽ അധിക പേർക്കും ഗർഭധാരണം നടക്കുമോ എന്ന കാര്യത്തിൽ ഏറെ ടെൻഷനാണ്, പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് 10-15 വർഷങ്ങളൊക്കെ ആകുമ്പോൾ. ഇവിടെ ഈ സഹോദരിയുടെയും അവസ്ഥ അങ്ങനെ തന്നെ. അതോടൊപ്പം തന്നെ അവർക്ക് AMH ലെവൽ കുറവായിരുന്നു. 4 വർഷം മുന്നേ ഒരു പ്രാവശ്യം IVF ചെയ്തു, അതും നെഗറ്റീവായി എന്നവർ പറയുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു, ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാ ഗർഭിണിയായി. ഇവിടെയൊക്കെ അണ്ടങ്ങളുടെ എണ്ണം എന്നതിനേക്കാൾ പ്രധാനം അണ്ടം ക്വാളിറ്റി കുറവാണ് ഒരു പ്രശ്നമായി വരിക. ഒരു പക്ഷേ IVF ഫെയിലാവാനും അത് കാരണമായി വരും. പ്രായം കൂടുമ്പോൾ നിങ്ങൾ അണ്ടം റിസർവ് നോക്കി ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. വയസ്സ് കൂടുമ്പോൾ അത് സ്വാഭാവികമായും കുറഞ്ഞു വരും. അപ്പോൾ AMH ലെവലും കുറയും. AMH കുറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഉറക്കം കൂടി പോയാൽ ഉള്ള ഗർഭസാധ്യത കൂടി നഷ്ടമാവുകയാണ് ചെയ്യുക. AMH കുറഞ്ഞു എന്ന് കരുതി ടെൻഷൻ ആവാതെ നമ്മുടെ വീഡിയോകളിലും അതുപോലെ ഗ്രൂപ്പിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് അണ്ടം ക്വാളിറ്റി വർദ്ധിപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടുകയും ചെയ്യും. IVF ചെയ്യാൻ പോകുന്നവരും ഏറ്റവും മുഖ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ടം ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഏറെ പേർക്കും IVF ഫെയിലായി പോകുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം തന്നെ അണ്ടം ക്വാളിറ്റി ഇല്ലാതെയായി പോകുന്നതാണ്. അണ്ടം റിസർവ് വേണ്ടത്ര ഇല്ല, AMH കുറവാണ്, ഇതല്ലാതെ PCOD പ്രശ്നങ്ങൾ കാരണം ഗർഭധാരണം നടക്കുന്നില്ല. ഇങ്ങനെ ഇനി വേറെ ഗർഭധാരണ തടസ്സമായ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ ഈ ചാനൽ ഏറെ സഹായിക്കും. അതിന് പകരം എനിക്ക് കുട്ടികളാവുന്നില്ലല്ലോ, AMH കുറവാണല്ലോ, അണ്ടം കുറവാണല്ലോ, PCOD ആണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിച്ചാൽ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഉള്ള ഗർഭസാധ്യത പോലും നഷ്ടമാവുകയാണ് ചെയ്യുക. പ്രശ്നങ്ങൾ പല നിലക്കും ഉണ്ടാകും. ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, ദാമ്പത്യ ബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, പിന്നെ ഗർഭിണി ആവാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് മാനസിക സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമുണ്ടാവില്ല. മനസ്സാന്നിധ്യം കൊണ്ട് അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോവാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ കഴിയും. അള്ളാഹു അതിന് നിങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഗർഭിണിയായി എന്ന് പറഞ്ഞ ആ സഹോദരിക്ക് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ. ആ സഹോദരി ഗർഭിണിയായതിൽ നമുക്കൊക്കെ വളരെ സന്തോഷം വേണം. പടച്ചോൻ്റെ വലിയൊരു അനുഗ്രഹം കൂടിയാണത്. ആ അനുഗ്രഹം നമുക്കൊക്കെ വേണം. ഓരോ സക്സസ് സ്റ്റോറിയും നിങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷകളല്ലേ നൽകുന്നത്, പ്രത്യേകിച്ചും 19 കൊല്ലത്തിനൊക്കെ ശേഷം ഗർഭിണിയാവുമ്പോൾ. അതുകൊണ്ട് തന്നെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ധാരാളം എല്ലാവരും പറയുക. കൂടെ കമൻറ്റിൽ എഴുതാനും കൂടി ശ്രദ്ധിക്കുക. അള്ളാഹു നിങ്ങളെല്ലാവരെയും തുണക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.